വിദേശ നയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി. ഇത് എന്തുകൊണ്ടാണ് ഈ ഹോർമസ് കടലെടുക്ക് കടക്കാൻ ഇത്രയും വൈകിയത് എന്നുള്ള കാരണം കൂടി അദ്ദേഹം പറയണമായിരുന്നു. അതായത് ഈ പറയുന്ന ഇന്ത്യയുടെ ചേരിചേരാ നയമാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് എടുക്കാറുള്ളത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പരമോന്നത നേതാവിനെ അവരുടെ രാജ്യത്ത് കയറി ആക്രമിച്ച് കൊന്നതിൽ ഒരു തരത്തിലും അതിനെക്കുറിച്ച് ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും തയ്യാറാകാതെ അമേരിക്കയുടെ സൈഡിലാണ് എന്നുള്ള രീതിയിൽ അത് രണ്ടാഴ്ച കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം വിദേശ രാജ്യങ്ങളടക്കം വലിയ ചർച്ചയായപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക അനുശോചന കുറിപ്പ് ഇറങ്ങിയത്. അതിനൊരു സംശയം വേണ്ട. ആ രണ്ടാഴ്ച വൈകിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലടക്കം 70% ഹോട്ടൽ വ്യവസായവും സാധാരണക്കാരുടെ അടുപ്പ് പുകയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും. ആ ഇറാന്റെ പ്രതിനിധിയാണ് പറഞ്ഞത് ഇന്ത്യ ഞങ്ങളുടെ സൗഹൃദ രാജ്യമാണ്, അതുകൊണ്ട് ഇന്ത്യക്ക് ഓയിൽ കടത്തിവിടുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോഴത്തെ കാര്യം നമ്മൾ ഭൂതകാലം വർത്തമാനകാലത്തല്ലേ ഈ രാജ്യത്തിന്റെ നയതന്ത്ര പരാജയം കൊണ്ടല്ലേ. ശരി പറയട്ടെ. മറ്റൊന്നുകൂടി ഇറാന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ഇറാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന അവരുടെ അന്നഭൂമിയായിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളിലെ തുരുതുരാ ബോംബിട്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഈ രണ്ട് മുന്നണിയും എവിടെയായിരുന്നു? ഒരക്ഷരം മിണ്ടിയോ? മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപജീവനാർത്ഥം പോകുന്ന സൗദി അറേബ്യയിലും കുവൈത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ അറേബ്യൻ രാജ്യങ്ങളിലും ഈ ഇറാൻ ബോംബിട്ടില്ലേ? അപ്പൊ നമ്മൾ എവിടെയാ നിൽക്കേണ്ടത്? പറഞ്ഞിട്ടില്ല സുഹൃത്തെ, പറഞ്ഞിട്ടില്ല. അതാണ് ഇവരുടെ തപ്പ്. മലയാളികൾക്കൊപ്പം യാഥാർത്ഥ്യം പറയുമ്പോൾ വൈകാനെ പറയണ്ട, യാഥാർത്ഥ്യം പറയുമ്പോൾ മൈക്കാനെ പറയല്ലേ. ഞാൻ പറഞ്ഞത് മലയാളികൾക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടി, ഈ അറേബ്യ രാജ്യങ്ങളിൽ ജോലി എടുക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും കണ്ണീരൊഴുക്കിയോ? മിണ്ടിയില്ലല്ലോ. മിണ്ടിയത് കേന്ദ്ര സർക്കാർ മാത്രം. അതുകൊണ്ട് ഇറാനെയും സൗദി അറേബ്യ പോലുള്ള അറേബ്യൻ രാജ്യങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. യുദ്ധം വേണമെന്ന് മോദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. യുദ്ധം വേണ്ട, യുദ്ധം വേണ്ട, സമാധാനം വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ഇടതുപക്ഷമൊക്കെ ഈ തെരുവീതികളിൽ സമരം ചെയ്യുമ്പോ ഒരുപാട് ക്യാമ്പയിനുകളൊക്കെ നടത്തുമ്പോ ഇവർക്ക് ഇടതുപക്ഷക്കാർക്ക് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇപ്പൊ അടുക്കളയിൽ വന്നപ്പോ യുദ്ധം സമാധാനം മതി, യുദ്ധം വേണ്ട പലയിടത്തും ചെയ്യുമ്പോ ഞങ്ങളുടെ സമാധാനം. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ഹോർമസ് കടലിടുക്കിലൂടെ ഒരു 2 ദിവസം കൂടുമ്പോൾ 2 കപ്പൽ എന്ന് പറഞ്ഞാൽ ഈ എണ്ണ കയറ്റി വന്നിട്ടുള്ള വിവിധ വാഹന കപ്പലുകൾ വന്നിരുന്നതാണ്. ഇപ്പം എത്ര വന്നു? യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 19 ദിവസമായി, 19-20 ദിവസമായി. 20 ദിവസത്തിനുള്ളിൽ എത്ര ലോഡ് വരണ്ടായിരുന്നു? ഇവരിപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യക്ക് മുഴുവൻ തുറന്നു കൊടുത്തിരിക്കുന്നു പറയുന്നുണ്ടല്ലോ. ആകെ 4 കപ്പൽ മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. 4. പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാർ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ഇടപെടണം? ഇന്ത്യക്ക് മാത്രം തുറന്നു കൊടുത്തു എന്ന് പറയുമ്പോ ഒരു ഞാൻ പറയട്ടെ, 40% എണ്ണ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസംസ്കൃത ക്രൂഡ് ഓയിൽ ഈ തുടങ്ങിയെല്ലാം വാങ്ങിച്ചത് റഷ്യ എന്നല്ലേ? ആ റഷ്യ എന്ന് വാങ്ങിച്ചിരുന്ന 40% ആ 40% എങ്ങനെ കിട്ടിയിരുന്നേ? ഇന്ത്യക്ക് സബ്സിഡി റേറ്റിലായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്നറിയോ? മാർക്കറ്റ് റേറ്റിലാണ് റഷ്യ എന്ന് മേടിക്കുന്നത്. എത്ര കോടി രൂപയുടെ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാവുന്നു എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഈ അമേരിക്ക പറഞ്ഞ കാല് നീട്ടാൻ പറയുമ്പോൾ കാല് നീട്ടി, കിടക്കാൻ പറയുമ്പോൾ കിടന്നു, ഇരിക്കാൻ പറയുമ്പോൾ ഇരുന്നു. ആ ദാസ്യവൃത്തിയാണ് ഇപ്പോ റഷ്യ എന്ന സമയത്ത്. വലിയ വീരവാദമൊക്കെ പറഞ്ഞല്ലോ. ഇവരും കൂടി വീരവാദം തന്നെ. നിങ്ങൾ ആ നഷ്ടത്തിന്റെ കാര്യം പറഞ്ഞ കണക്ക് പറയാം, മറുപടി പറയണം സഖാവ്. 2014 നിങ്ങൾ അധികാരം ഒഴിഞ്ഞു പോയില്ലേ UPA സർക്കാർ? ആ സമയത്ത് 2000 കോടി രൂപയിൽ പരം ഓയിൽ പൂൾ അക്കൗണ്ട് ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ.
അത് മുഴുവൻ കൊടുത്തു തീർത്ത രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ. അതാണ് നരേന്ദ്രമോദി ഇന്ത്യ. വിദേശ രാജ്യങ്ങൾക്കുള്ള ഓയിൽ പൂൾ അക്കൗണ്ടിലെ കമ്മി വരുത്തി വെച്ചു പോയ UPA സർക്കാരിന് 5 വർഷം പിന്നിൽ സപ്പോർട്ട് ചെയ്ത പാർട്ടിയെ CPM-ഉം അവർ വന്നിട്ട് ഇപ്പൊ പറയാണ് കടപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ ആർക്കും കടപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ വില കുറഞ്ഞ ഡീസൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് ഡീസൽ 50 രൂപയ്ക്ക് പെട്രോള് ഒക്കെ കൊടുക്കുന്നു പറഞ്ഞപ്പോ അത് ഈ ഓയിൽ പൂൾ ഇല്ലാത്തോണ്ടാണ് എന്ന് മനസ്സിലാവ്. പറഞ്ഞോട്ടെ. പിന്നെ 15 ലക്ഷത്തിന്റെ കഥ വേറെ ഉണ്ട്. അത് ഹിന്ദി പഠിക്കാത്തോണ്ടാ, ഹിന്ദി അറിയാത്തോണ്ടാ. ഹിന്ദി പഠിക്കും പഴയ സാധനം നിർത്തിയത് കൊണ്ടാണ്. സുഹൃത്തെ മോശമാണ് കേട്ടോ, മോശമാണ്. ചെറുപ്പമാണ് ഹിന്ദി പഠിക്ക്. മോശമാണ്. ഹിന്ദി പഠിച്ചായിട്ട് 15 ലക്ഷത്തിന്റെ കാര്യം ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള മറ്റേ എന്താ അയാളുടെ പേര് വടക്കൻ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണ്. ഒരു ഡിബേറ്റിൽ അന്ന് അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു. BJP പ്രതിനിധി CV രാജേഷ് ഹിന്ദി അറിയാതെ പഠിച്ചത് ഞങ്ങളവിടെ കണ്ടതാ. എന്താന്ന് മനസ്സിലായില്ല പറഞ്ഞത്. എന്താ പറയണത്, എന്താ പറഞ്ഞ അദ്ദേഹം എന്താ പറഞ്ഞ എന്ന് ചോദിക്കുന്നത് ഇപ്പോഴും നവമാധ്യമങ്ങളിൽ. നമുക്ക് അവസാനിപ്പിക്കാൻ സമയം. അപ്പോ അതൊന്നും പറയണ്ട. നമുക്ക് കൺക്ലൂഡിങ് മാഷേ ഇവിടെ അവസാനിപ്പിക്കാം. ഈ 15 കോടിയുടെ കാര്യത്തിന് മറുപടി പറയുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരെ എടുക്കുന്നുണ്ട്. ശരി, അത് ഹിന്ദിയിലെ പരിജ്ഞാനം കുറവുകൊണ്ടാണ്. ഞാൻ മറുപടിയും ഇല്ല. ഞാൻ പിടുത്തം വിട്ടു അത്രേ ഉള്ളൂ. ബഹളം വെക്കാതെ ബഹളം വെക്കല്ലേ സുഹൃത്തെ. സുഹൃത്തെ പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ പറയാം. അതായത് അത് കഴിഞ്ഞു പോയിട്ട് കാലം കുറെ സുഹൃത്തെ പറയുന്നത് കേൾക്കും നിങ്ങൾ. അങ്ങോട്ട് ചോദിക്കും സഖാവിനോട്. ജോലി അത്ര മറ്റേ കാര്യമൊന്നുമില്ല. ഇവിടെ പറഞ്ഞത് 15 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞത് വിദേശത്തേക്ക് ഒരുപാട് പണം ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് BJP ഭരിക്കുന്ന കാലത്തല്ല, പണം തിരിച്ചു വന്നില്ലല്ലോ കാലത്ത്. ആ പണം പറഞ്ഞോട്ടെ സുഹൃത്തെ, ആ പണം ഭാഷ വക്കീൽ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞോട്ടെ വന്നുകൊണ്ടിരിക്കട്ടെ. പറയട്ടെ, ധൃതി പിടിക്കല്ലേ നിങ്ങൾ. ഇത്ര കാലം 70 കൊല്ലങ്ങൾ ഭരിച്ചല്ലേ, എന്തിനാ നിങ്ങൾ വിട്ടുകൊടുത്താൽ അങ്ങോട്ട്? ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞോട്ടെ മറുപടി പറയാൻ സമ്മതിക്കുന്നു. അതായത് ഈ പണം മുഴുവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഇന്ത്യൻ പൗരനും 15 ലക്ഷം രൂപ വീതം കിട്ടാൻ ഉള്ള തുകയുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനെയല്ല തെളിയിക്കാൻ ആ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരും. ഹിന്ദി നന്നായി പഠിക്കണം കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ മൊബൈലുണ്ട്, ആ മൊബൈലിൽ നിന്ന് എടുത്തപ്പോ തിരുത്തിയിട്ട് നിങ്ങളുടെ സഹാക്കളിൽ തിരുത്തിയിട്ട് ഇതെല്ലാം ഒരുപാട് ചർച്ച ചെയ്തതല്ലേ.